നമ്മുടെ പല വീടുകളിലും അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ചെറിയ അസുഖം വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? പൊതുവെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? നീ എൻ്റെ ജീവൻ്റെ പാതിയാണെന്നും പ്രാണനാണെന്നുമൊക്കെ പറഞ്ഞാലും ഭാര്യ അസുഖം വന്ന് കിടപ്പിലായാൽ പലർക്കും പിന്നെ അവർ ഒരു ബാധ്യതയാണ്. പാലക്കാട് തൃത്താലയിൽ തളർന്നു കിടപ്പിലായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ കഴിയാതെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൃത്താല സ്വദേശിനി ഉഷാ നന്ദിനിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് മുരളീധരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് കുടുംബ ഗ്രൂപ്പിൽ മുരളീധരൻ ഓഡിയോ സന്ദേശം അയച്ചിരുന്നു. പാലക്കാട് തൃത്താലയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് കുടുംബ ഗ്രൂപ്പിൽ ഭർത്താവ് ഓഡിയോ സന്ദേശം അയച്ചത്. ഉഷ മരിച്ചു, ഉഷനെ ഞാൻ കൊന്നു, എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ആരും കിട്ടുന്നില്ല. അത് ഞാൻ ചെയ്തു. അതിന് എന്ത് ശിക്ഷ വന്നാലും ഞാൻ ഉപയോഗിക്കാൻ. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല ഒതളൂർ കൊങ്ങശ്ശേരി വളപ്പിൽ 57 വയസ്സുകാരി ഉഷാ നന്ദിനിയാണ് മരിച്ചത്. വിവരമറിഞ്ഞ് തൃത്താല പോലീസ് സ്ഥലത്തെത്തി. സംഭവത്തിൽ ഭർത്താവ് 62-കാരൻ മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉഷാനന്ദിനിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞത്. ഉഷാനന്ദിനി മാസങ്ങളോളമായി തളർന്നു കിടപ്പിലാണ്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ, തൃത്താല SI എന്നിവരും സ്ഥലത്തെത്തി. ന്യൂസ് 18 പാലക്കാട്.